അപ്പുറത്തുള്ള വഴക്ക് കേൾക്കുന്നുണ്ടോ? ആ നല്ല കേക്കണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കണേ. അതല്ലേ ഇവിടെ വന്നിരിക്കണേ, മലയാളി തന്നെ. എന്താ ഒച്ചാന്ന് കേട്ടിട്ട് ഇവിടെ വന്നിരിക്കണേ. 3 വീട്ടുകാർ തമ്മില് എങ്ങനത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് നടക്കണെന്ന്. മാഗി ആണെങ്കിൽ വായ പോലെ വന്നോളൂ. മാഗി ആണോ എന്താ ഉണ്ടാക്കണേ? മാഗി നല്ല മണുണ്ട്, മണം. ഓ മാഗിയാ സാധനം. എന്റെ മാമു കഴിയാത്തേ. എന്റെ മാമു കഴിയാത്തേ. എങ്ങനെ അങ്ങനെ വെച്ചെടുക്കണ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. വാക്കുട്ടീനെ രാവിലെ ഒരുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല മെനക്കെടാണ്. ഉന്തി തള്ളി പറഞ്ഞയച്ച് തീറ്റിച്ച് പാല് കൊടുപ്പിച്ച് അതിന് ഒരുവിധം ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനോളം വൈകിയിട്ടുണ്ട്. ഇനിയും അവർ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകണേ ഉള്ളൂ. സ്കൂളിൽ മിക്കവാറും ഞങ്ങൾ എന്താ പറയുക, അസംബ്ലിയൊക്കെ തുടങ്ങിയതിനു ശേഷം എത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ഒരു പൊതുശീലമാണ് അത്. ഓക്കോ അവക്കില്ല, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ സൂചി. അത് വേണേ. ഏയ് കഴിയുമല്ലോ വെക്കണേ. താങ്കളുടെ സൂചി വെച്ച അനുഭവത്തെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്താ അനുഭവം? ആദ്യമായിട്ടല്ലോ വെക്കണേ. നല്ല കുത്തി കിട്ടിയിട്ട് മുഖത്തെ എക്സ്പ്രഷനൊക്കെ വന്നിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. കുത്തൊക്കെ കിട്ടി, ശരി കഴിക്കാൻ സമയമുണ്ട്. അയാൾ വരൂ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. വാവ പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, അമ്മയെ കുത്തണ്ട അമ്മയെ കുത്തണ്ട അമ്മയെ കുത്തണ്ട എന്ന് പറഞ്ഞിട്ട്. വാങ്ങി കുത്തണോ? ഓക്കെ, അവളെടുക്കില്ല. നാളേക്ക് കുത്തണോ? നല്ല വേദന ഉണ്ട്. കുത്തണേ കുത്താ, ഇപ്പൊ തന്നെ വരാൻ വരാം. ഇന്ന് അമ്മ ദോശയ്ക്ക് നാളികേര ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ. വളരെ ഇഷ്ടമായോ നാളികേര ചട്നി? വേണ്ടേ? അവൾക്ക് വേണ്ടതാ, അവള് കഴിക്കണില്ല കേട്ടാ. മാഗി ആണെങ്കിൽ വായ പോലെ വന്നോളൂ. മാഗി ആണോ എന്താ ഉണ്ടാക്കണേ? മാഗി നല്ല മണുണ്ട്, മണം. ഓ മാഗിയാ ചോക്ലേറ്റ് ആണോ? ഐസ്ക്രീം ആണോ? നാണക്കി അയ്യോ തരൂ. നാണക്കി പഴം വേണ്ട, പാല് വേണ്ട, ഒരു തേങ്ങ വേണ്ട. അതൊക്കെ നാണക്കി രസമില്ല, ഇഷ്ടല്ല, പോണ്ട സാധനം. മേഡം കാരോ, ഇന്ന് വെയിലില്ല. ആ സാധനം ഇതിനകത്ത് വെച്ചാൽ മതി, വേണമെങ്കിൽ ബാഗിനകത്ത് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലെന്ന്. ഫുള്ള് ക്ലൗഡിയാണെന്ന്. ഈ തിരിച്ചു വരുന്ന സമയത്ത് നല്ല വെയിലുണ്ടാവുമെന്ന് അറിയില്ല. കയറിക്കാം. அந்த 10 இருந்தால் தண்ணி ஓகே, மேலே போகுது. ஓ அப்படியா? இந்த லாஸ்ட்லாம் வந்தோன்னா மோட்டர் ரிப்பேர், இதில் வந்தால் ரிப்பேர். 26ல் வந்து ரிப்பேரா? ஆமாம். இது லாஸ்ட்டு பார்த்தீங்களா, 30 அதில் வந்தால் மோட்டர் தண்ணி எடுக்கல, மோட்டர் ஃபால்ட். இந்த 20 வந்தாலும் மோட்டர் தண்ணி எடுக்கல. இந்த 10 இருக்கணும். அதனால தான் மோட்டர் பர்ஃபெக்டாக இருக்குது, தண்ணி மேலே போகுது. மேலே போய் பார்த்துறீங்களா ஒரு வாட்டி தண்ணி இருக்கானே? அதை பண்ண முடியுங்களா? நம்ம டவுன் கீழே வரைக்கும் போகக்கூடாது, ஒரு பாதி இருக்கும்போது ஊற்றிட்டா கரெக்டாக இருக்கும். ഫുള്ള് ഡ്രൈ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. മോട്ടറിൻ്റെ മെഷീൻ റെഡിയാക്കി, ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മോട്ടർ ഇടാം. സൂപ്പറായി. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വെള്ളം ഒഴിച്ചു, ബാറ്ററി വാട്ടർ. അതും അതൊക്കെ ഒഴിപ്പിച്ച വെള്ളം കൊണ്ട് 1800 രൂപ. അതിനുള്ളത് എന്തോ ഒരു ഇത്ര പോകുന്ന സാധനം മാറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മേടിക്കുന്നത്. എനിക്ക് പറയാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് അറിയാൻ ചെയ്യും. നമ്മളിപ്പോൾ ഇലക്ട്രീഷ്യൻ പരിപാടിയൊക്കെ പഠിച്ചിട്ടാണോ? ഇലക്ട്രിക്കലൊക്കെ നമുക്ക് വല്ല പിടിയുണ്ടോ? പറയണത് വിശ്വസിക്കാൻ. കംപ്ലൈൻ്റ് ആണ്, അത് സൗണ്ട് ഉണ്ടാക്കിയായിരുന്നു, അത് മാറ്റി എന്നാണ് പറഞ്ഞത്. എന്തോന്നും ചെറിയത് മാറ്റിയിട്ടുണ്ട്. കടുവ് മണികൾ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലാന്നല്ല, എന്നാലും ഇതൊക്കെ കുറച്ച് അല്ല, എന്നാലും ഒരു 3-4 കൊല്ലമായിട്ട് അത് ഓടണതല്ലേ, നമ്മളൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ഒരു കംപ്ലൈൻറ്റ് വന്നേ, പോട്ടെ. അല്ല, 3-4 കൊല്ലമാകുമ്പോൾ ഒരു സാധനത്തിന് ഒരു കേട് വരാമല്ലോ. 1:45 ലഞ്ച് ടൈം. അമ്മ കുളിച്ചു വന്നു. ഇന്ന് ലെമൺ റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചേന ഉപ്പേരിയുണ്ട്, തൈരുണ്ട്, വേറെ എന്തെങ്കിലും അച്ചാറ്. അമ്മു ഇതൊക്കെ അമ്മ അമ്മയുടെ ലക്ഷ്യം നേടിയെടുത്തിരിക്കുന്നത്.
ഒന്നും രണ്ടൊന്നല്ല, മാഷിന് ഭ്രാന്ത് പിടിക്കും. ഒരു ഡസൻ. ഇതെങ്ങനെ സാധിക്കണം നിങ്ങൾക്ക്? അടിച്ചു കൊല്ലന്നെ. ഇങ്ങോട്ട് നോക്കി മനുഷ്യരെ, ഇതൊക്കെ എനിക്ക് വച്ച ഒന്നിനെ ഇവിടെ കൊന്നിട്ടിട്ടുണ്ട്, അങ്ങനെ എത്തിയിട്ടില്ല. കാണാനില്ല. ഇത് അവിടെ ഉണ്ട്. ഇതിനെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഉറുമ്പെടുത്തോണ്ട് പോകും. വരുമ്പോ ഇനി പോകും കോണിച്ചോട്ടിരിക്കും. ഒരു ലോഡ് കൊതുവിനെ ഈച്ചനെ കൊന്നിട്ടിരിക്കണുണ്ടോ അമ്മ? ഏകേ കണ്ണട നല്ല രസമുണ്ട്. ടീച്ചർ ലുക്ക് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. താങ്ക് യു. എന്തിനാ 1 കിലോന്റെ തുണി തലയിൽ ചുറ്റി വെച്ചിരിക്കണവ? ചെറുതെങ്കിലും ചുറ്റി വെച്ച് വിടുന്ന ഇത്ര വെയിറ്റ് ഉണ്ടാവും. വെള്ളം മൊത്തം പോകാൻ വേണ്ടി കണ്ടോ? പക്ഷേ ഒരു വേർപ്പാണ്. അതാ പറയണത്, ഏറ്റവും കൂടെ തന്നെ വേർക്കും. പതിവ് പോലെ തന്നെ പാവക്കുട്ടീനെ കൊണ്ടുവരാനുള്ള നേരമായി. 3 മണിയായി. ഇറങ്ങട്ടെ എപ്പോഴെങ്കിലും. വെയിലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഉച്ചക്കത്തെ പോക്ക്. വരുമ്പോ ഇഡ്ഡലി പാക്കറ്റ് വാങ്ങിച്ചോളൂ. ഈ ദോശയിൽ ഇഡ്ഡലി അരയ്ക്കാൻ പറ്റില്ല. അവിടുത്തെ അവർക്ക് തരുന്നത് ദോശമാവ്, ഇഡ്ലി മാവല്ല. ഒന്ന് പറഞ്ഞേ കഴിഞ്ഞ കേക്കൂ. പ്രാവശ്യം ലൂസ് മാവല്ലേ കിട്ടിയത്? ഇതില് വരില്ല. അവർ തരണത് ദോശമാവ്. ആയിക്കോട്ടെ, അത് വാങ്ങിച്ചിട്ട് വാ. എന്നിട്ട് ഇയാൾ അതിനകത്ത് കുറച്ചും കൂടി ഉഴുന്ന് ആഡ് ചെയ്യുമോ? ഞാനൊന്നും ചെയ്യുന്നില്ല. ഒന്നും ഇട്ട് വെച്ചിട്ടില്ല. വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. ഇല്ല കറക്റ്റ് വരില്ല ഇഡ്ഡലി. ഇഡ്ഡലി മാവെന്ന് പറഞ്ഞാൽ അവർ തരും. ദോശ ഇഡ്ഡലി മാവ് എന്ന് പറഞ്ഞാലും ദോശമാവ് എന്ന് പറഞ്ഞാലും ഇവിടെ ഒറ്റ മാവേ ഉള്ളൂ. ഇത് കൊണ്ടുപോക്കോന്നാണ് അവർ പറയണത്. അയ്യോ, എനിക്കറിയില്ല. എന്തെങ്കിലും മേടിക്കാമെങ്കിൽ മേടിക്കാം, പക്ഷെ ഇതായിരിക്കും സാധനം. വാങ്ങിച്ചിട്ട് പറഞ്ഞ അത്രേ ഉള്ളൂ. അതെങ്ങനെയായാലും കഴിക്കാം. മാവ് അരച്ച് വന്നപ്പോഴേക്ക് നിങ്ങളെ തീറ്റയൊക്കെ കഴിഞ്ഞാ? ഞാൻ കഴിച്ചു. കുട്ടി കഴിച്ചോണ്ടിരിക്കുക. നീ ഇപ്പൊ പുതിയത് വേണോ? ഫ്രഷ് മാവ് വേണ്ട, രാത്രി മതി. കഴിച്ചോളൂ. എന്റെ മാമു കഴിയാത്തേ. എന്തോ മാമു കഴിയാത്തെ. എങ്ങനെ അങ്ങനെ വെച്ചെടുക്കണ? എന്റെ മാമു കഴിയാത്തേ. എന്തോ മാമു കഴിയാത്തെ. 6:30 അമ്മുവിൻ്റെയും കുട്ടിയുടെയൊക്കെ ഫസ്റ്റ് ഡിന്നർ കഴിഞ്ഞു. ഇനിയൊരു ആപ്പിൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുട്ടിക്ക് വയറ്റിന്ന് പോണ പരിപാടിക്ക് ഒരു സൊല്യൂഷൻ ആവും. ആപ്പിൾ ആകുമ്പോൾ കുറേ ഫൈബർ ഉണ്ടല്ലോ, അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് എന്തായാലും വയറ്റിന്ന് നന്നായിട്ട് പോയിട്ടുണ്ട്. എന്നാലും ഭയങ്കര പേടിയാണ്. ഫുഡ് നിയന്ത്രിച്ച് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പണി പാടും. 10 മണി ആപ്പിൾ കഴിക്കാണ്ട് അമ്മ പിന്നെ ഫോണും തരില്ല, അവയ്ക്ക് കാർട്ടൂണും തരില്ല. ഇത് മൊത്തം കഴിക്കണം. ഓക്കെ ആണോ? ഓക്കെ. എത്തുമ്പോഴേക്കും കഴിയോ? നമുക്ക് നേരത്തെ ട്യൂഷൻ ഇന്നെങ്കിലും വാവക്കുട്ടീനെ സ്കൂളിൽ നിന്ന് പിന്നെയും തട്ടുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വാവക്കുട്ടിയുടെ അമ്മൂനോട് പറഞ്ഞു, സ്കൂളിൽ ഇത് വിളിക്കണം, അന്വേഷിക്കണം, പറയണം, അടിക്കണ്ടെന്ന് പറയണം. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ടീച്ചർമാരെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഈഗോ അടിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? കുട്ടീനെ പിന്നെ ഡീലിൽ വിടും. ആദ്യം നോക്കണ്ട, ആ കുട്ടി അങ്ങനെ പഠിച്ചാൽ മതി, കാരണം ഫുള്ള് കംപ്ലൈൻറ്റ് ആ പാരൻസ് എന്ന് പറയില്ലേ എന്നൊരു പേടി എനിക്കുണ്ട്. അപ്പം ഞാനതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് അമ്മൂനോട് വിളിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അമ്മു എഗെയിൻ വിളിക്കാൻ പോവുകയാണ്. ഇന്നലെ വിളിച്ച് സംസാരിച്ചാണ്, ഇന്നൊന്നുകൂടി വിളിക്കാൻ പോവുകയാണ്. കാരണം കുട്ടികളെ തല്ലിപ്പഠിപ്പിക്കരുത് എന്നുള്ള ഒരു ചട്ടം ഉണ്ട് അവിടെ, മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടീച്ചേഴ്സ് അത് കേൾക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ പ്രശ്നം. ഭയങ്കര സംസാരമാണ് വീഡിയോ കോളിൽ മുത്തച്ഛനായിട്ട്. ഹലോ വ്ളോഗിലെ അഡ്വാൻസ്ഡ് ലെവലിലാണ് വീഡിയോ കോളിങ് നടക്കുന്നത്. വീഡിയോ കോള് നടക്കുന്നത് വണ്ടിയിലാണ്. ക്യാമറ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല വാവേ. ഫോണില് പോലീസ് പിടിക്കും വാവേ. ആ, വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഫോണില്. അങ്ങനെ പാത്രം എല്ലാം കഴുകി വെച്ചു. ഇനി ഒരൊറ്റ പാത്രം പോലും ബാക്കിയില്ല, ഫുൾ ക്ലീൻഡ്. ഞമ്മു വാവയും കൂടി കഴിക്കണ പാത്രം മാത്രമേ ഉള്ളൂ ബാക്കി. അതിന് ഇനിയിപ്പോൾ അവർക്ക് തന്നെ കഴുകി വെക്കാവുന്നേ ഉള്ളൂ. 2 പാത്രമേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. അപ്പുറത്തുള്ള വഴക്ക് കേൾക്കുന്നുണ്ടോ? നല്ല കേൾക്കണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കണേ. അതല്ലേ ഇവിടെ വന്നിരിക്കണേ, മലയാളി തന്നെ. എന്താ ഒച്ചാന്ന് കേട്ടിട്ട് ഇവിടെ വന്നിരിക്കണേ. 3 വീട്ടുകാർ തമ്മിൽ എങ്ങനത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്താ നടക്കണമെന്ന് കാര്യം മനസ്സിലാവണില്ല അല്ലേ? എനിക്കും മനസ്സിലാവണില്ല എന്താ നടക്കണമെന്ന്. അവരെന്തോ മറ്റൊരാളെന്തോ പറഞ്ഞിരിക്കണു, അത് മാത്രമേ അറിയണ്ട്. തുടങ്ങിയിട്ടുള്ള തോന്നുന്നുണ്ട്.
മഴ പെയ്യില്ല, ഇങ്ങനെ കൂടി അതുപോലെ കൂടി ഇരിക്കുക. അത് ഇപ്പം കഴിയട്ടെ, നമുക്ക് സമയമില്ല. നമുക്ക് അല്ലെങ്കിൽ തന്നെ പല പണിയുണ്ട്. നമ്മളെ കുട്ടിയെ എങ്ങനെ ഓവറായിട്ട് തല്ലുന്നു, പെയിൻഫുൾ അല്ല തല്ലണത്, പക്ഷെ അവൾക്ക് ഒരു ട്രോമ വരിക, ഒരു പേടി, ഞാൻ എന്തിനാ സ്കൂളിൽ പോകണം, എന്നും അടി മേടിക്കാനല്ലേ എന്ന് പറയുന്ന ഒരു ചിന്ത വരുമോ എന്നുള്ളതാണ് ഇപ്പം എനിക്ക് പേടി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കംപ്ലൈൻറ്റ് ചെയ്യണോ വേണ്ടയോ?